ചിലർ വേശ്യകളെ ടൂറിന് കൂട്ടായിട്ട് കൊണ്ടുപോകാറുണ്ട്. അവർക്ക് അതിന് പൈസയും കൊടുക്കും. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഹോട്ടലിലോ ലോഡ്ജിലോ കയറിയിട്ട് ലൈംഗിക ബന്ധവും ഒക്കെ ഉണ്ടാവും. പിന്നെ ഓണ വഴിക്ക് തൊടിയിലും പിടിക്കലും ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ ബിഹേവിയർ പാറ്റേൺ. അപ്പം ഞാൻ ഈ സ്ത്രീകളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷവും തോന്നാറുണ്ട്? പിന്നെ ടൂറിന് പോകുന്ന ഒരു സന്തോഷമാണ്, ഈ ലൈംഗിക ബന്ധത്തിൽ വലിയ സന്തോഷമൊന്നും തോന്നാറില്ല. പിന്നെ ഇവർ ഇതിന് അവർക്ക് പൈസയും കിട്ടും. അതാണ് ഇതിൻ്റെ തരം. അപ്പോൾ ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവരുടെ മാനസിക അവസ്ഥ അതാണ്. അപ്പോൾ പൈസ കിട്ടാൻ ഏത് മാർഗവും ഉപയോഗിക്കുന്നവരാണ് വേശ്യ സ്ത്രീകൾ. അവരുടെ ജീവിത ശൈലി തന്നെ അങ്ങനെയായിട്ടുണ്ട്. അതെൻ്റെ തൊഴിലാണെന്നുള്ള തരത്തിലാണ് അവർ പോകുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വേശ്യകളെ സാധാരണ വിളിക്കുന്നത് സെക്സ് വർക്കേഴ്സ് എന്നാണ്. അതൊരു ജോലിയായിട്ടാണ് കൂട്ടുന്നത്. ഏതായാലും അവരിലൂടെ ഒത്തിരി തിന്മകൾ ലോകത്തിലേക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്, രോഗങ്ങൾ പാസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ എല്ലാവിധ വൈകൃതങ്ങളിലേക്കും മനുഷ്യനെ പ്രേരിപ്പിക്കുന്നുണ്ട്. കർത്താവ് ഇങ്ങനെ കൂട്ടുപോകുന്ന സഹോദരിമാരെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി ജോലി ചെയ്ത് ജീവിക്കുവാൻ ഇവരെ സഹായിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും, സ്തുതിയായിരിക്കും.